എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇവിടെ എനിക്ക് അധികം ശബ്ദം എടുത്ത് സംസാരിക്കാൻ പറ്റൂല, എയർപോർട്ടിലാണ്. എന്നെ ചിലപ്പോൾ പോലീസ് പിടിക്കുമായിരിക്കും. ഇന്നലത്തെ നമ്മുടെ വ്ളോഗ് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, ഞാൻ UK വിട്ട് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേ അബുദാബിയിൽ ഇപ്പോൾ എത്തിയിരിക്കണം. ഉപ്പാക്കും ഉമ്മാക്കും അവർ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല ഇപ്പോൾ ഞാൻ വരുന്നുള്ളത്, എന്നെ കാണാൻ പറ്റുന്നുള്ളത് എക്സ്പെക്റ്റ് ചെയ്യുന്നേ ഉണ്ടായിരിക്കില്ല. അങ്ങനെ പോവാണ്. അബുദാബിയിലാണ് വന്ന് ഇറങ്ങിയത്. അംജുക്കാരുടെ ഫ്രണ്ട് വരും എന്നെ പിക്ക് ചെയ്യാൻ. പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ എന്തായാലും പുറത്ത് കിടക്കട്ടെ, കാരണം ഇവരെന്നെ നോക്കുന്നത് എനിക്ക് പേടിയാവുന്നു. വീഡിയോ എടുത്തെടുത്തെടുത്ത് തെറ്റായ വഴി കൂടെയായിരുന്നു ഞാൻ നടന്നുകൊണ്ടിരുന്നത്. വെറുതെ അല്ല അവരെന്നെ ഇങ്ങനെ നോക്കിയിരുന്നത്. ഞാനത് തിരിച്ച് നടക്കുവാണ്. എനിക്ക് ഒരു സങ്കടം മാത്രം, അംജുക്കയും ഞാനും കൂടി ഒരുമിച്ച് പ്ലാൻ ചെയ്തതാണ്. ഞാൻ നമ്മുടെ ഒരു സബ്സ്ക്രൈബറിന് കണ്ടു. ഞാനിവിടെ ഇറങ്ങിയപ്പോൾ അബുദാബിയിലെ മിക്ക സ്റ്റാഫുകൾക്കും നമ്മളറിയാം കേട്ടോ. അങ്ങനെ എക്സിറ്റ് ഇറങ്ങാൻ പോകണം. അപ്പോൾ അംജുക്കാക്ക് വെച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടി ജൂലൈയിൽ ദുബായ് വന്നിട്ട് നാട്ടിലേക്ക് പോകാനായിരുന്നു പ്ലാൻ ഉണ്ടായിരുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ജൂലൈയിൽ ദുബായ്ക്ക് വരാൻ പറ്റാത്തൊരു അവസ്ഥയായി. അതെന്താണെന്ന് പറഞ്ഞുതരാം. അത് സന്തോഷമുള്ളൊരു കാര്യം കൊണ്ടാണ്. അത് ജൂലൈയിൽ പറയാം ഇൻഷാ അല്ലാഹ്. വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു ന്യൂസാണ് അത് പറയാനുള്ളത്. അപ്പോൾ ആ സമയത്ത് വരാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വെച്ച് ഉപ്പയും ഉമ്മയും എന്തായാലും ഓഗസ്റ്റിൽ അവർ നാട്ടിലേക്ക് വരും. അവിടെ നിന്ന് കാണാൻ പറ്റും. എന്നാലും എനിക്ക് ഉപ്പാനും ഉമ്മാനെയും ഭയങ്കര മിസ് ചെയ്തെന്ന് വെച്ചാൽ ഭയങ്കര മിസ് ചെയ്തു ഉപ്പാനും ഉമ്മാനെയും ഒരു സാഹചര്യം. അപ്പോൾ ഞാൻ പറഞ്ഞു, അംജുക്ക ഞാൻ ദുബായ്ക്ക് പോവാം. അപ്പോൾ അംജുക്ക മോളെ ദുബായ്ക്ക് പോയിക്കോ. എല്ലാം ഷടപടയായിരുന്നു. 2 ദിവസം മുമ്പാണ് ടിക്കറ്റ് എടുത്തതും കാര്യങ്ങളൊക്കെ. ഒട്ടും ഞാൻ വിചാരിച്ചില്ല ഞാൻ എത്തി. ഇനി എന്തായാലും അവരൊരിക്കലും പ്രതീക്ഷിക്കുന്നുണ്ടായിരിക്കില്ല ഞാനിത് UAE എത്തും എന്നുള്ളത്. അവർ സൂപ്പർ സർപ്രൈസ് ആയിരിക്കും. ഞാനാണെങ്കിൽ ഇപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. എന്തായാലും ഇപ്പോൾ ഇവിടെ അബുദാബിയിൽ നിന്ന് നമ്മുടെ വീട് ഉമ്മൽക്കോയിലാണല്ലോ, അപ്പോൾ കുറച്ചുണ്ട് ഇനിയിപ്പോൾ എത്താൻ. അപ്പോൾ പുറത്ത് അംജുക്കാരുടെ ഫ്രണ്ട് ഇപ്പോൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടാവും. ഇതൊരു സർപ്രൈസ് കൊടുക്കൽ മാത്രമല്ല, എൻ്റെ ഉപ്പാനും ഉമ്മാനും എനിക്ക് ചിരിച്ചൊന്ന് കാണണം. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, എൻ്റെ പേഴ്സണൽ ലൈഫ് ഉണ്ടല്ലോ, എൻ്റെ നല്ലൊരു ഭർത്താവിന് കിട്ടി, ഫാമിലി സന്തോഷമായിട്ട് ജീവിക്കുന്ന എല്ലാം ഉണ്ട്. പക്ഷേ ഒരു സമയത്ത് സൈബർ അറ്റാക്ക്, സൈബർ ബുള്ളിങ് എനിക്ക് നേരിടുന്നതിൻ്റെ അപ്പുറമായിരുന്നു. പലരും എൻ്റെ കരച്ചിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ടിട്ടുണ്ടായിരിക്കും. എൻ്റെ വൃത്തികെട്ട മാനസികാവസ്ഥ, ഞാൻ തളർന്ന് തരിപ്പണായത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എല്ലാം കണ്ടിട്ടുണ്ട്. പക്ഷെ അവിടെ ശരിക്കും നിങ്ങൾ എന്നെ കണ്ട്, എൻ്റെ ഉപ്പാനും ഉമ്മാനും നിങ്ങൾ പലരും ചോദിക്കുന്നുണ്ടായിരുന്നു ഉപ്പ ഉമ്മ എന്താ അവസ്ഥ എന്ന്. പോയി. എൻ്റെ ഉമ്മ ഇപ്പോഴും റിക്കവർ ആയിട്ടില്ല. ലങ്സിന് ഇൻഫെക്ഷനായി എൻ്റെ ഉമ്മ ഹോസ്പിറ്റലിലായിരുന്നു. ഇപ്പോഴും ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുക. എൻ്റെ ഉമ്മ ജീവിച്ചത് എനിക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ കരയണത് തരി പോലും ഉമ്മക്ക് സഹിക്കാത്ത ആള് ലക്ഷക്കണക്കിന് മുന്നിൽ ആൾക്കാരെ മുന്നിൽ കരയണത് കാണുമ്പോണ്ടല്ലോ, എൻ്റെ ഉമ്മ ഇല്ലാതെ ഞാൻ എൻ്റെ ഉമ്മയുടെ അവസ്ഥ കണ്ടിട്ടാണ് ഞാൻ കൂടുതൽ തകർന്നത്. അത് നിങ്ങൾക്കറിയത്തില്ലല്ലോ. എൻ്റെ ഉമ്മാനെ ഞാൻ ചിരിച്ചൊന്ന് കുത്തി കാണാൻ പോവാ.
ഉപ്പാ ഉപ്പാ പറ്റിക്കാനോ ഉപ്പ വിചാരിച്ചത് ഞാൻ അബുദാബിന്ന് ഇറങ്ങി അനുമോൻ എന്നെ കൊടുത്തു ഞാൻ ഇങ്ങോട്ടേക്ക് എത്തി ഇപ്പൊ സർപ്രൈസ് ആയിട്ട് ഞാൻ ഇന്നലെ സിനിമക്കല്ല പോയത് എയർപോർട്ടിൽ ഞാൻ ഇന്നലെ ഞാൻ എയർപോർട്ടിൽ ഇന്നലെ ഞാൻ രാത്രി മൂവിക്ക് പോവാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം എന്നെ വിളിച്ച് കിട്ടിയില്ലല്ലോ അപ്പൊ ഞാൻ മൂവിക്ക് പോവാണ് സെക്കൻഡ് ഷോക്ക് പോവാണ് അപ്പൊ വിളിച്ചാൽ കിട്ടൂല എന്ന് പറഞ്ഞ് കറക്റ്റ് രാവിലെ ആയിട്ട് എയർപോർട്ടിലെത്തി അപ്പൊ ഞാൻ ഗുഡ് മോർണിംഗ് ആയിട്ട് മെസ്സേജ് അയച്ചോണ്ട് ഒരു ഡൗട്ടും തോന്നിയിട്ടുണ്ടാവില്ല ഞാൻ വീട്ടിൽ വിളിക്കുന്നത് എന്താണ് ഉമ്മാക്ക് പറയാനുള്ളത് ഉപ്പാക്ക് എന്താ ഉപ്പ പറയാനുള്ളത് ജോലിന്ന് ഉറക്കത്തില് അയ്യോ രണ്ടുപേരുടെയും ഈ ചിരിച്ച മുഖം കാണാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. എനിക്കിതിന് മുമ്പ് എനിക്ക് വേണമെങ്കിൽ വരായിരുന്നു, എനിക്ക് പക്ഷെ പറ്റാത്തതുകൊണ്ടാണ്. എൻ്റെ ഉമ്മ എന്നെ ഫുൾ ഹാപ്പി ആയിട്ട് വേണം എൻ്റെ ഉമ്മയും ഉപ്പ എന്നെ കാണാൻ വേണ്ടിയിട്ട്. അതെനിക്ക് നിർബന്ധമായിരുന്നു, അല്ലെങ്കിൽ അവരൊന്നും കൂടി തകരും. എൻ്റെ ഉമ്മ ഓക്കെ ആവാൻ കുറേ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാനും ഉമ്മാനെ പല മാക്സിമം രീതിക്ക് ഉമ്മാനും ഉപ്പാനെ ഓക്കെ ആക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അസോസിയേഷനിൽ ആക്റ്റീവായി ഡാൻസിൽ പങ്കെടുപ്പിക്കാനും കാര്യങ്ങളൊക്കെ ഞാൻ ഇതാക്കി ഉമ്മ ഡാൻസിനും അത് ഇതൊക്കെ ആയിട്ട് എൻഗേജ്. പക്ഷേ ചില സമയത്ത് ഭയങ്കര ബ്രേക്ക് ഡൗൺ ആവും, ഉമ്മ വീണ്ടും അസുഖങ്ങൾ കൂടും, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പം എൻ്റെ ഉമ്മയും ഉപ്പയും ഓക്കെയാണ്, അതിനേക്കാൾ അടിപൊളിയാണ് ഞാൻ. അയ്യോ എനിക്ക് സന്തോഷം കൊണ്ട് എനിക്ക് പറ്റുന്നില്ല. എന്നെ കണ്ടുടനെ ചോദിച്ചത് അംജുക്ക് എവിടെ, അംജുമോൻ എവിടെയെന്നാണ് ചോദിച്ചത്. പക്ഷെ അംജുമോന് അൺഫോർച്ചുനേറ്റ്ലി വരാൻ പറ്റിയില്ല. പക്ഷെ നല്ല സങ്കടം ഉണ്ടായിരുന്നു. ഇന്നലെ എന്താ പറയാ, അംജുക്ക ജൂലൈയിൽ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ടേക്ക് ഫസ്റ്റ് ദുബായിൽ വന്നിട്ട് പിന്നെ നാട്ടിലേക്ക് പോകാനായിരുന്നു നമ്മുടെ പ്ലാൻ ഉണ്ടായിരുന്നത്. പിന്നെയാണ് മറ്റേ പ്ലാനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി പറ്റൂല എന്നായല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഒരു വിശേഷം ഉണ്ടായിരുന്നു, ഞാൻ പിന്നെ ആ സമയത്ത് ഞാൻ പറയാം, അതുള്ളതുകൊണ്ട് പിന്നെ വരാൻ പറ്റൂല. അപ്പൊ എന്നോട് പറഞ്ഞ് മോള് പോയി എൻ്റെ അത്താക്കും ഉമ്മിക്കൊക്കെ സർപ്രൈസ് കൊടുത്തിട്ട് വായോ എന്ന് പറഞ്ഞ് അങ്ങനെ വിട്ട്. ഇപ്പൊ എന്തായാലും ഹാപ്പി ആയി. ഞാൻ എൻ്റെ റൂമൊക്കെ ഒന്ന് കാണിച്ചു തരാട്ടോ. എന്തേ ഉമ്മ ആകെ ക്ഷീണിച്ചിരിക്കുന്നു, ഉമ്മ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചേക്കുന്നു. എൻ്റെ റൂമിൽ കയറുമ്പോൾ തന്നെ ഈ സാധനമാണ്, ഈ ശബ്ദമൊക്കെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തിരുന്നത്. കണ്ട എൻ്റെ റൂം. ഹായ്, ഇതാണ് എൻ്റെ ലോകം. അങ്ങ് നോക്കിക്കഴിഞ്ഞാൽ ബീച്ച് കാണാം. ഇത് അംജുക്ക ഉമ്മാക്ക് കൊടുത്ത ഗിഫ്റ്റ് ആണ് കേട്ടോ, ബർത്ത്ഡേക്ക് കൊടുത്ത ഗിഫ്റ്റിൽ ഒന്നാണ് ഈ സാധനം. മഴമുടി നന്നായി വളർന്ന്. ഞാന് അബുദാബിയില് 8:30 എത്തി. 8:30 ലാൻഡ്. നാട്ടിലേക്ക് നോക്കുമ്പോ 200 ഇപ്പോഴും അതിങ്ങനെ. ഞാന് ബ്രിട്ടീഷ് എയർവേസ്. ഞാൻ ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറട്ടെ, കാരണം എന്താ പറയാ, ഇന്നലെ രാത്രി രാവിലെ ഇട്ട ഡ്രസ്സാണ് മുഷിഞ്ഞ്. ഞാൻ ഒന്ന് ഫ്രഷ് ആവണം, കുളിക്കണം, മേലൊക്കെ ഒന്ന് കഴുകിയിട്ട് സുഖമുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വേണം അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചിട്ട് നോക്കാൻ വേണ്ടിയിട്ട്. ഉപ്പയും ഉമ്മയും ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഞാൻ വരുന്നത്. ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരിക്കില്ല, കാരണം അങ്ങനെയാണ് അംജുക്ക് ഈ പ്രാവശ്യത്തെ എക്സിക്യൂട്ട് ചെയ്തത് ഇന്നലെ. കാരണം ഉമ്മ എന്നെ വിളിക്കുന്ന കുറച്ച് സമയങ്ങളുണ്ട്, ഉമ്മയും ഉപ്പയും. അപ്പോൾ ആ സമയത്ത് വിളിച്ച് കിട്ടൂല. അപ്പം ഞങ്ങൾ പറഞ്ഞ് ഇറങ്ങുമ്പോഴും ഞങ്ങൾ എല്ലാ യാത്രയിൽ ഞങ്ങൾ വിളിച്ചിരുന്ന്, എന്നിട്ട് സിനിമക്ക് കയറാൻ പോവാണ്. എയർപോർട്ടിൽ കയറുന്ന കറക്റ്റ് സമയം ഞങ്ങൾ പറഞ്ഞ് സിനിമക്ക് കയറാണ്, ഇനിയിപ്പോൾ സെക്കൻഡ് ഷോ ആണ്, ഞാൻ വിളിച്ചാൽ കിട്ടൂല, നാളെ രാവിലെ വരാമെന്ന് പറഞ്ഞു. കറക്റ്റ് ഞാൻ രാവിലെ ഗുഡ് മോർണിംഗ് അയക്കുന്ന സമയത്താണ് ഞാൻ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുന്നത്.
അപ്പോൾ എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. അതുകൊണ്ട് അവർ ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരിക്കില്ല. നല്ല സന്തോഷമുണ്ട്. ഇപ്പോൾ അവിടെ അപ്പുറത്തിരുന്ന് ഉമ്മ ഇങ്ങനെ തേങ്ങി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മെയിനായിട്ട് എന്താ പറയുക, വരാൻ ഒരുപാട് കാരണങ്ങളുണ്ടായില്ല. ഒന്നെന്ന് പറയുന്നത് എൻ്റെ ഉമ്മ തീരെ വയ്യായിരുന്നു. ഉമ്മാക്ക് എൻ്റെ എന്താ പറയുക, ഞാൻ കുറച്ച് വിഷമിച്ച് തളർന്നൊരു സമയമൊക്കെ ഉണ്ടായിരുന്നല്ലോ, കോൺട്രവേഴ്സി ആ സംഭവമൊക്കെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് എൻ്റെ ഉമ്മ ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു. ലങ്സിന് ഇൻഫെക്ഷനൊക്കെ ആയി, ഒട്ടും വയ്യായിരുന്നു, ഹോസ്പിറ്റലൊക്കെ ആയിട്ട്. ഇപ്പോഴും ശരിയായിട്ടില്ല, ഇപ്പോഴും ചുമ നല്ലോണം ഉണ്ട് ഉമ്മാക്ക്. അത് റിക്കവർ ആയിട്ട് വരുന്നുള്ളൂ. അപ്പോൾ ആ സമയത്ത് ഞാൻ വിചാരിച്ചാണ് ഞാൻ ഓക്കെ ആയി, എല്ലാം ഓക്കെ ആയിട്ട് എൻ്റെ ഹാപ്പി ആയിട്ടുള്ള ഇതിൽ ഞാൻ വരും, എൻ്റെ ഉപ്പാടെ അടുത്ത് വരും. ഞാൻ എഫക്റ്റ് ആയതിനേക്കാളും കൂടുതൽ എൻ്റെ ഉമ്മയാണ് എഫക്റ്റഡ് ആയത്. അത് ഏത് രീതിക്കൊക്കെയെന്ന് ഞാൻ പറയുന്നില്ല, പല രീതിക്ക് എൻ്റെ ഉമ്മയും അത്രക്കും ഇതായിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഉപ്പാക്ക് ഹൈ പ്രഷറായിട്ട് ഉപ്പ മെഡിസിൻസ് എടുക്കുന്നുണ്ടായിരുന്നു. ഉമ്മ ലങ്സിന് ഇൻഫെക്ഷനായിട്ട് നല്ലപോലെ, ഞാൻ ഭയങ്കര ഉമ്മയുടെ സിറ്റുവേഷനൊക്കെ ആലോചിച്ച് എനിക്ക് കൂടുതലുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഹാപ്പിയായി, ഇപ്പം ഭയങ്കര ഹാപ്പി എൻ്റെ ഉമ്മാനും ഉപ്പാനും കണ്ടപ്പോൾ. അതൊക്കെയാണ് മെയിനായിട്ട് ഇപ്പോൾ വരാനും കാര്യങ്ങളൊക്കെ ഉണ്ടായത്. കണ്ടപ്പോൾ എനിക്ക് തന്ന സന്തോഷം. കാരണം എൻ്റെ ഉമ്മ എനിക്ക് വേണ്ടിയിട്ട് ഇത്രയും കാലം ജീവിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ ഇനിയുള്ള കാലം എൻ്റെ ഉമ്മയും ഉപ്പയും എൻ്റെ എപ്പോഴും ഉണ്ടായിരിക്കും, എൻ്റെ ഇവിടെ ഉണ്ടായിരിക്കും, അവർക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. ഞാൻ ഇനി കൂടുതലൊന്നും പറയില്ല. അപ്പം ഞാൻ ഡ്രസ്സ് മാറട്ടെ. ആരത് അഞ്ചുമോൻ വിട്ടതല്ല, ഹിലമോള് വന്നതാ. ഹിലമോൾക്ക് കാണാൻ തോന്നി, ഹിലമോള് വന്ന് എൻ്റെ അഞ്ചുമോൻ വിടണോ? അഞ്ചുമോൻ സ്നേഹത്തില് പറഞ്ഞ് മോള് ഉപ്പാനും ഉമ്മാ അടുത്തേക്ക് പോയിട്ട് കുറച്ച് സഹിച്ചോളിച്ചു. കൊള്ളാം. എന്റെ അംജുക്ക് ഉണ്ടാക്കിയ ഷെയ്ക്കിന്റെ അത്ര ഞാൻ 2 ഭാഗത്തെ ആൾക്കാരെ അംജുക്ക അടുത്ത് ഞാൻ പോയിട്ട് പറയും എന്റെ ഉമ്മ ഉണ്ടാക്കണ ടേസ്റ്റ് കുശി പോയിട്ട് ഇവിടെ വന്നിട്ട് ഞാൻ ഇതേപോലെ എന്റെ അംജുക്ക ഉണ്ടാക്കണേന്റെ അടുത്ത് എന്തൂല ഡ്രസ്സൊക്കെ മാറി ഉഷാറാവും. ഞങ്ങൾ വീണ്ടും 3 പേര് ഒരുമിച്ചിരിക്കുന്നു. ഉപ്പ ഉമ്മ ഞങ്ങളുടെ കുഞ്ഞി ഫാമിലി അല്ലേ. ഇവിടെ എത്തിയപ്പോൾ എനിക്ക് തലശ്ശേരിത്തെ ബിരിയാണി കഴിക്കാൻ ഭയങ്കര കൊതി. എന്ന് വെച്ചാൽ ഞാൻ UK വരുമ്പോഴേ അംജുക്കാനോട് പറയായിരുന്നു, അംജുക്ക എനിക്ക് ഏതെങ്കിലും റെസ്റ്റോറൻറ്റ് ഇവിടുത്തെ ഏതെങ്കിലും ഒരു ബിരിയാണി ഇങ്ങനെ തുറക്കുന്ന മണം എനിക്കിങ്ങനെ അടിക്കണം. വീട്ടിലത്തെ ബിരിയാണി അല്ല വേണ്ടത്, കാരണം UK റെസ്റ്റോറൻറ്റിൽ നമുക്ക് ഒരു നല്ല ബിരിയാണി ഒന്നും കിട്ടുന്നില്ല എനിക്ക്, പ്രത്യേകിച്ച് ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത്. അപ്പോൾ ഇവിടെ എത്തിയിട്ട് വീട്ടിൽ ഞാൻ ബിരിയാണി ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഉമ്മാടിയൊക്കെ ബിരിയാണി സെയിം ടേസ്റ്റാണ്. എനിക്ക് വേണ്ടത് റെസ്റ്റോറൻറ്റിലത്തെ ബിരിയാണി, ആ ചമ്മന്തിയും തൈരിൻ്റെ ഒക്കെ മണം എനിക്ക് ഇങ്ങനെ കിട്ടണം, ആസ്വദിക്കണം. അപ്പോൾ ഞാൻ ഇത് പറഞ്ഞപ്പോൾ ഇപ്പം ഞങ്ങൾ പോവാണ് നമ്മുടെ തൊട്ടടുത്തുള്ള തലശ്ശേരിക്ക്. ഞങ്ങൾ ബിരിയാണി കഴിക്കാൻ പോവാണ്. ബിരിയാണി കഴിക്കുന്നത് ഞാൻ കാണിച്ചാൽ ഞാൻ ബിരിയാണി കഴിക്കുന്നത്. അയ്യോ എനിക്ക് സന്തോഷം കൂട്ടിരിക്കാൻ വയ്യ. അമ്മച്ചി അബുദാബി, അയ്യോ ഇവിടേക്ക് നല്ല ദൂരം. എത്ര 111 കിലോമീറ്ററോ? അതെ. ഉമ്മാടെ ഇത് ഉമ്മ ഉപ്പാടേന്ന് പൈസ ലൂട്ട് ചെയ്തിട്ട് മേടിക്കുന്ന ഓരോ ഡ്രസ്സുകളാണ് ഇപ്പൊ ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അത് ഉമ്മാക്ക് പിന്നെ കൊള്ളുന്നുണ്ടായിരിക്കില്ല. എങ്ങനെയൊക്കെയോ ഉപ്പാടെ കാർഡ് യൂസ് ചെയ്ത് മേടിച്ചിട്ടുണ്ടായിരിക്കും, പിന്നെ ഉമ്മാക്ക് കൊള്ളുന്നുണ്ടായിരിക്കില്ല. ഉപകാരമായി. ഇതാണ് ആ ഡ്രസ്സ്. ഉമ്മ എന്തായാലും മേടിച്ചത്. ഉമ്മാടെ എല്ലാ ഡ്രസ്സുകളും പിന്നെ എനിക്ക് കറക്റ്റ് ഫിറ്റാ. ഏത് ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാലും എനിക്ക് കറക്റ്റ് കൊള്ളും. ഇല്ല ഞാൻ പിന്നെ ഇരുന്നോളൂ, ഉമ്മ മുന്നേ ഇരുന്നോ. അയ്യോ എന്തൊരു വെയില്, എനിക്ക് പറ്റുന്നില്ലേ. നമ്മുടെ UK നല്ല കൊടും തണുപ്പീന്ന് ഇവിടെ എത്തിയപ്പോഴേ എനിക്ക് സഹിക്കുന്നില്ല ഇവിടുത്തെ. അയ്യോ എല്ലാവർക്കും ചൂടാണ് മോളെ. എന്റെ UK ചൂടൊന്നുമില്ല ഈ സമയം, നല്ല ഏത് നേരത്തും. ഇപ്പൊ വൈറ്റമിൻ D കുറഞ്ഞതൊക്കെ കറക്റ്റ് കിട്ടും. നല്ല കമ്മല് ഇഷ്ടായോ? ഇനി എന്തൊക്കെ ഞാൻ എടുത്തു വെക്കണം എന്നറിയോ, ഒക്കെ അടിച്ചു മാറ്റും.
ഓരോ വട്ടി ഉമ്മാനെ കാണാൻ വരുമ്പോ ഓരോ മേക്കപ്പ് സാധനങ്ങള് ഓരോ സാധനങ്ങൾ ഇഷ്ടപ്പെട്ടതൊക്കെ റാഞ്ചും. അവിടെ എത്തുമ്പോഴേ പിന്നെ ഞാൻ അറിയതൊന്നും എന്റെ കയ്യിലില്ലാന്ന്. വേണ്ട വേണ്ട പെട്ടി ഒതുക്കണ്ട. അങ്ങനെ അത്ര സാധനങ്ങളൊന്നും ആയിട്ട് ഞാൻ വന്നില്ല. ഞാൻ ഒതുക്കിക്കോളാം. പോകുമ്പോ കൊറേ ഒന്നും വേണ്ട. പുതിയൊരു റെസ്റ്റോറന്റ് വരുന്നുണ്ട് ശനി. മലബാർ ഇതെന്തൊരു കൈപ്പാട്. അതുപോലൊക്കെ ഉണ്ടാകും. എന്റെ പട്ടി കുട്ടിയാ അയ്യോ. പിന്നെ എവിടെ വണ്ടി ആ ഡയറക്ഷൻ വെച്ച് ഓടി നടക്കാൻ. ഉമ്മ കുറച്ചേരം ഈ വെയിലത്ത് നിന്നു. ഉമ്മാനെ ബ്രോയിലർ ചിക്കൻ ആക്കാം. ഷവായി ചിക്കൻ, അൽഫാം ചിക്കൻ. അങ്ങനെ പറഞ്ഞാൽ കേസ് കൊടുക്കാൻ. എന്താ അൽഫാം ചിക്കൻ ആക്കാന്ന് പറഞ്ഞാലോ? എന്താ അൽഫാം ചിക്കൻ ആക്കാൻ പറയാലോ? എന്താ അൽഫാം ചിക്കന് പ്രശ്നം? പിന്നെ സുഹൈലിനുണ്ട് ഇടയ്ക്ക് ഇതുപോലെ സർപ്രൈസ് ആക്കിയിട്ട് ബെല്ലടിച്ച് വരണം. അപ്പൊ ഞാൻ പറയണ ചിലപ്പോ സുഹൈൽ ഇന്ന് ഞായറല്ലേ എന്നിട്ട് തുറന്ന് നോക്കുമ്പോ ആള് വിശ്വസിക്കാൻ തന്നെ പറ്റില്ല. ഷോക്കായി ഫസ്റ്റ് കണ്ടപ്പോ. അങ്ങനെ എത്തി. അത് 2 ആഴ്ച ഉണ്ട്. ഓഗസ്റ്റില് കണ്ടിരുന്നേന്ന്. അപ്പൊ അവളെ എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ എക്സാമിന്റെ ഇതില് ആള് ലീവ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് തീരാൻ വേണ്ടിന്ന് ഉറങ്ങി എഴുന്നേറ്റ് നല്ല സുഖമായിട്ടുള്ള ഒരു ഉറക്കമായിരുന്നേ. ഉറങ്ങി സുഖമായി എഴുന്നേറ്റ് ഇനി എന്തെങ്കിലുമൊക്കെ എന്താ ചെയ്യണ്ടേ അറിയില്ല. പാർക്കിൽ പോവാന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇന്ന് എനിക്ക് പാർക്കിൽ പോവൊന്നും വേണ്ട. ഇന്ന് എനിക്കിങ്ങനെ വീട്ടിൽ നിന്ന് ചുമ്മാ ഇരുന്നാൽ മതി. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ സർപ്രൈസ്, ഒരു കുഞ്ഞി വ്ളോഗ്. ഞാൻ എന്തായാലും ഭയങ്കര സൂപ്പർ ഹാപ്പി. അംജുക്കില്ല എന്നുള്ളൊരു കുറവ് ഒഴിച്ച് ബാക്കിയല്ല അത് വലിയൊരു കുറവാണ്. കാരണം അവൻ ഫുഡ് കഴിക്കില്ല. ഫുഡ് എന്താ പറയുക, ഫുഡ് കഴിക്കാൻ പിന്നെ ഭയങ്കര മടിയായിരിക്കും. ഞാൻ ഉണ്ടെങ്കിൽ അവൻ നല്ലോണം കഴിക്കും കേട്ടോ. നല്ലോണം വെച്ചാൽ നല്ലോണം കഴിക്കും വിശപ്പ്. പക്ഷെ ഒറ്റക്കുള്ളപ്പോൾ തീരെ കഴിക്കില്ല. എന്നിട്ട് അംജുക്കാടെ ഫസ്റ്റ് അവൻ ഒറ്റക്ക് എന്താ പറയുക, കല്യാണത്തിനൊക്കെ മുമ്പ് ഒരു വീട്ടിലെല്ലാവരും കൂടി ഒരുമിച്ചല്ലേ താമസിച്ചിരുന്നത്. അപ്പോൾ അവിടുത്തെ ആൾക്കാരൊക്കെ ഇരുന്ന് പറയും എന്നെ കാണുമ്പോൾ, അംജുക്ക ഒന്നും കഴിക്കില്ല, എന്തിനാണ് ചായ പോലും കുടിക്കില്ല. രാവിലെ ഉറങ്ങി എഴുന്നേക്കും, ജോലിക്ക് പോകും, അതേപോലെ തിരിച്ചു വരും, വെള്ളം കുടിക്കും. എങ്ങാനും അവിടെ എല്ലാവരും എന്തെങ്കിലും വേണോ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിക്കുന്നല്ലാണ്ട് ഫുഡേ കഴിക്കൂല എന്നൊക്കെ പറയും. ഇപ്പോൾ അവന് ആകെ മാറി, ഇപ്പോൾ ക്ഷീണമൊക്കെ മാറിയെന്ന് അവർ പറയും. അവിടെ എനിക്ക് 100% ഉറപ്പാണ് ഫുഡൊന്നും കഴിക്കില്ല. അവനിങ്ങനെ നിർബന്ധിച്ച് ഇങ്ങനെ പറഞ്ഞ് കഴിപ്പിക്കും. ആ ഒരു വിഷമം മാത്രമേ ഉള്ളൂ. വേറെ എല്ലാം കൊണ്ടും ഫുൾ സെറ്റ്. അപ്പോൾ ടാറ്റ ബൈ ബൈ ഉമ്മ. നമുക്ക് കുറച്ച് ദുബായ് വ്ളോഗ്സൊക്കെ ഇനി വെള്ളം വരുന്ന ദിവസത്തെ ഉമ്മയാണെങ്കിൽ എല്ലാവരും വിളിച്ചുകൊണ്ടിരിക്കുകയില്ല. മോള് വന്ന് എന്നെ കാണുന്നുണ്ടാ? ഉമ്മയാണെങ്കില് ഷെക്കുമാനെയും ചെറിയനെയും എല്ലാരും വിളിച്ചിട്ടില്ല. മോള് വന്ന് ഇതിങ്ങനെ വിളിച്ചോണ്ടിരിക്കും. അപ്പൊ ടാറ്റ ബൈ ബൈ ഉമ്മ. എല്ലാരും വിളിക്കട്ടെ.